ഞാനങ്ങനെ തുടങ്ങുന്നത് ഇത് ചാണകമാണ്, ഉത്തരേന്ത്യക്കാരുടെ വിറകാണ്, കഥ പറയാം. ഞാനിതിന് സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ കഥ പറയാം എന്ന ആ വാക്ക് സ്വാഭാവികമായും വന്നു പോയതാണ്. മറ്റൊന്ന്, പലപ്പോഴും എൻ്റെ വീഡിയോകൾ കാണുന്ന ആളുകൾ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമോ എന്നതാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് സംസ്ഥാനത്താണെങ്കിലും അവിടെയുള്ള പച്ചയായ മനുഷ്യരെ ഒന്ന് പരിചയപ്പെടാൻ മാത്രം ശ്രമിക്കുക. തീർച്ചയായിട്ടും ആദ്യഘട്ടം അവർ തീർച്ചയായും അവർ നിങ്ങളെ അവരുടെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. എനിക്ക് എൻ്റെ വീട്ടിലേക്കെങ്കിലും പകർത്തണം എന്ന് തോന്നിയത് കശ്മീരിലെ ആതിഥ്യ മര്യാദയാണ്. അപ്പോൾ അവരുടെ ഈ അധ്യാപകരുടെ ഒരു ദയനീയമായ ചോദ്യം, ഈ കുട്ടികളെ തിരികെ എത്തിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ കഴിയുമോ എന്നായിരുന്നു. അപ്പോൾ അധ്യാപകരുടെ അടുത്തുനിന്ന് അപരിചിതരായ ഞങ്ങളോട് ഇങ്ങനൊരു ദയനീയമായ ചോദ്യം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. പക്ഷേ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ വിശ്വാസമാവില്ല. ഇപ്പോഴും ബെഞ്ച് ഡെസ്കുകളില്ലാത്ത സ്കൂളുകൾ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴുമുണ്ട് എന്നല്ല, ഒട്ടുമിക്ക ഗ്രാമങ്ങളിലെയും സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ ഇതാണ്. ദ ക്യൂ അഭിമുഖത്തിൽ PT മുഹമ്മദ് സക്കാഫി, സ്വാഗതം. താങ്ക് യു. ഈ സോഷ്യൽ മീഡിയയിൽ വെള്ളവസ്ത്രധാരിയായ ഒരു ഉസ്താദ് ഇങ്ങനെ ഉത്തരേന്ത്യയിലെ കഥകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആപ്പിൾ തോട്ടവും അതുപോലെ കല്യാണ വീടുകളും അവിടുത്തെ ഭക്ഷണ രീതികളും അവിടുത്തെ ജീവിതശൈലിയൊക്കെ പരിചയപ്പെടുത്താറുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഈ PT മുഹമ്മദ് സക്കാഫി ആരാണെന്നോ അതല്ലെങ്കിൽ എന്താണ് പരിപാടി എന്നുള്ളതോ ആളുകൾക്ക് അറിയില്ല. സാധാരണ ബ്ലോഗർമാരൊക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലി വ്ളോഗ്, അവരുടെ വീട്ടിലെ എല്ലാ പരിപാടികളും മറ്റെല്ലാ വിശേഷങ്ങളും ആളുകളെ അറിയിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള PT ആരാണ് എന്നുള്ളതൊന്ന് പറയാം. എൻ്റെ വീഡിയോകൾ കാണുന്ന പലരും ചോദിക്കാറുണ്ട് ഇതേ ചോദ്യം, സത്യത്തിൽ എന്താണ് നിങ്ങൾക്ക് പരിപാടി, എങ്ങനെയാണ് ഇത്തരം ഗ്രാമങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത് എന്ന്. ചെറിയൊരു കഥ പറയാനുണ്ട്. 2018 ഞാൻ കോഴിക്കോട് മർക്കസിൽ നിന്ന് മതപഠനവും ഇംഗ്ലീഷിൽ ബിരുദവും നേടി പുറത്തിറങ്ങുന്നത്. ഏകദേശം ഞാൻ 13 വർഷം മർക്കസിൽ പഠിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ എനിക്ക് കിട്ടിയ കുറേ അവസരങ്ങളിൽ എന്നെ ഒരു മീഡിയ പേഴ്സൺ കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, കണ്ടൻറ് റൈറ്റിംഗ്, വീഡിയോഗ്രാഫി എൻ്റെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയ കൂടിയായിരുന്നു അത്. മർക്കസിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്നതും മർക്കസ് നോളജ് സിറ്റിയിലെ ടൈഗ്രീസ് വാലി എന്ന പ്രോജക്റ്റിൽ അവിടുത്തെ പബ്ലിക് റിലേഷൻ ഹെഡായിട്ടാണ്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടൊരു യാത്ര നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ തരപ്പെടുന്നത്. അങ്ങനെ ഒരു യാത്ര ചെയ്യാൻ കഴിയുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ മാനസികമായി ആ യാത്രയ്ക്ക് തയ്യാറായി. പക്ഷേ യാത്ര തീരുമാനിക്കപ്പെട്ട ദിവസത്തിൻ്റെ തൊട്ട് തലേന്ന് ആ യാത്ര മുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. വളരെ അനിവാര്യമായൊരു കാരണം കൊണ്ട് തന്നെയാണ് മുടങ്ങിയത്. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു യാത്ര മുടങ്ങിയതിൻ്റെ സങ്കടം എന്നെ വല്ലാതെ അലോസരപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ ഡൽഹിയിലോ മറ്റോ ജോലി ചെയ്യണം, ഒഴിവ് ദിവസങ്ങളിൽ നാടൊക്കെ കാണാൻ ഇറങ്ങണം എന്നൊരാഗ്രഹം മനസ്സിൽ വരുന്നത്. അങ്ങനെയാണ് ഡൽഹിയിലെ വിവിധ MNCകളിലൊക്കെ അവിടേക്ക് എൻ്റെ പോർട്ട്ഫോളിയോ റെസ്യൂമൊക്കെ അയക്കാൻ തുടങ്ങി. വിവിധ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2021 അങ്ങനെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടാണ് ഞാൻ ഡൽഹിയിലെത്തുന്നത്. ഞാൻ ഡൽഹിയിൽ വരുമ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കൾ ഷാഹിദ് നിസാമിയും ഷാഫി നൂറാനിയും അവരുടെ ഒരു സംരംഭം ഫുഡ് ഓൺ വീൽസ്, അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു. ഈ തെരുവുകളിലും ചേരികളിലുമൊക്കെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകുന്ന ഒരു പദ്ധതിയാണ് ഫുഡ് ഓൺ വീൽസ്. അതിൻ്റെ കൂടെ സേവനം ചെയ്യാനും കൂടി അവസരം കിട്ടി. അങ്ങനെ 5 ദിവസം ജോലിയും ബാക്കി ശനി ഞായർ ദിവസങ്ങളിൽ സേവനമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഫുഡ് ഓൺ വീൽസിന് ഏകദേശം 3 സംസ്ഥാനങ്ങളിൽ സ്കൂളുകളുണ്ട്. അവിടുത്തെ കുട്ടികളുമായിട്ട് സംവദിക്കും, അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഫുഡ് ഓൺ വീൽസിനെ തന്നെ അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗവാക്കാവും. അങ്ങനെയാണ് കുറേ കാലം മുന്നോട്ട് പോയത്. പക്ഷേ ഈ 2 ദിവസം ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ അനുഭവിക്കുന്നൊരു സന്തോഷവും സംതൃപ്തിയും വളരെ വലുതായിരുന്നു. കാരണം സ്കൂൾ എന്നത് സ്വപ്നം പോലും അല്ലാത്ത, നല്ലൊരു സ്വപ്നം കാണാൻ പോലും വിധിയില്ലാത്ത ഈ കുട്ടികൾ ABCD പറയുന്നു, അവർ ഇംഗ്ലീഷ് പോയംസൊക്കെ ഭംഗിയായിട്ട് ചൊല്ലുന്നു, അവർ വലിയ സ്വപ്നങ്ങളൊക്കെ പറയുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണല്ലോ. അങ്ങനെയെങ്കിൽ പൂർണ്ണമായും ഫുഡ് ഓൺ വീൽസിലേക്ക് മാറിയാലോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചു. ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഒന്ന്, സ്റ്റേബിളായിട്ടുള്ളൊരു ജോലി അവിടെയുണ്ട്, മികച്ചൊരു സാമ്പത്തിക ഭദ്രതയുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ കുട്ടികളുടെ പുഞ്ചിരിയും സന്തോഷവും കണ്ട് മാറുക എന്നുള്ളത്. പക്ഷേ ഞാൻ ആ തീരുമാനം എടുത്തു. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പോൾ ഏകദേശം 3 വർഷമായി ഞാൻ ഫുഡ് ഓൺ വീൽസ് എന്ന പ്രോജക്റ്റിൻ്റെ CEO ആണ്. ഞങ്ങൾക്ക് ഏകദേശം 6 സ്കൂളുകളുണ്ട്, 10-12 ലേണിംഗ് സെൻറ്ററുകളുണ്ട്. ആമസോൺ, സൊമാറ്റോ തുടങ്ങി കമ്പനികളുമായിട്ട് CSR പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്.
ഭംഗിയായിട്ട് പോകുന്നു. അത് ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് ഏകദേശം 8 സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ പ്രോജക്റ്റ് ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒഴിവ് സമയം കണ്ടെത്തി ആളുകൾക്ക്, ഒരുപക്ഷെ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഉൾഗ്രാമങ്ങളിലെ കഥകളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ടേണിംഗ് ഘട്ടം ഏതായിരുന്നു? ഞാൻ ഏകദേശം 4 വർഷമായി ഡൽഹിയിലെത്തിയിട്ട്. പക്ഷേ 1.5 വർഷമായിട്ടേ ഉള്ളൂ ഈ കഥയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട്. എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ ഷാഹിദ് നിസാമിയും ഷാഫി നൂറാനിയൊക്കെ എപ്പോഴും പറയും, നിങ്ങൾക്ക് ഈ വിഷയം അറിയാം, പിന്നെ എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എങ്ങനെ തുടങ്ങണം എന്നെനിക്ക് അങ്ങനെ വശമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഫീൽഡിലേക്ക് കടന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ പകർത്തി അതിന് ചെറിയൊരു കുറിപ്പൊക്കെ എഴുതിയിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ തന്നെ പങ്കുവെക്കാറുണ്ട്. വിവിധ ഗ്രാമങ്ങളിൽ പോകുന്നതും എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ആക്കിയിട്ട് വെക്കാറുണ്ട്. വാഹനങ്ങളുടെയൊക്കെ റിവ്യൂ ചെയ്യുന്നൊരു വ്ളോഗർ കൂടി ആയ നജീബ് റഹ്മാൻ KP എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം ഒരിക്കൽ ഡൽഹിയിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്ന ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് എനിക്ക് പോകണം. അങ്ങനെ ഞാൻ അദ്ദേഹത്തെയും കൂട്ടി വിവിധ ഗ്രാമങ്ങളിൽ പോയി അവിടുത്തെ വിവിധ സംസ്കാരങ്ങൾ കാണിച്ചു കൊടുത്തു, കൗതുകകരമായ കാഴ്ചകൾ കാണിച്ചു കൊടുത്തു, വിവിധ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യിപ്പിച്ചു. അതിലൊന്നാണ് ഉത്തരേന്ത്യയിൽ പ്രസിദ്ധമായൊരു വിഭവമാണ് നിഹാരി. നിഹാരി എന്ന് പറഞ്ഞാൽ മുഗൾ കാലഘട്ടത്തിലെ രാജകീയ വിഭവമായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ഇപ്പോൾ കഴിക്കുന്നത് അക്ബർ ചക്രവർത്തിയും ഷാജഹാൻ ചക്രവർത്തിയൊക്കെ കഴിച്ച വിഭവമാണ്. അപ്പോൾ ചോദിച്ചാൽ എന്താണ് അതിൻ്റെ കഥ? അപ്പോൾ ഞാൻ പറഞ്ഞു, അക്കാലത്ത് അവരുടെ രാജകീയ വിഭവമായിരുന്നു ഇത്. അങ്ങനെ ഇത്തരം കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന കഥകളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇതൊക്കെ ഒരു കൗതുകമുള്ളതാണ്, പുതിയ അറിവാണ്. ഭൂരിപക്ഷം മലയാളികൾക്ക് ഇതൊക്കെ പുതിയതായിരിക്കും. എന്തുകൊണ്ടിത് നിങ്ങൾ ഈ മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല? അങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം എന്ന് എനിക്കും തോന്നുന്നത്. കാരണം അദ്ദേഹം ഈ ഫീൽഡിലുള്ള ആളാണല്ലോ. അങ്ങനെയാണ് ആദ്യമായിട്ടൊരു കഥ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോകൾക്കൊരു പ്രത്യേക ശൈലി ഉണ്ടാകണമെന്ന്, ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യണമെന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ചാണകത്തിൻ്റെ ഒരു വീഡിയോ ചെയ്താണ് തുടങ്ങുന്നത്. ചാണകം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ പൊതുവേ ഗ്രാമീണർ ചാണകവും പുല്ലും മിക്സ് ചെയ്തിട്ട് അതൊരു പത്തിരി പോലെ പരത്തി അത് ഉണക്കിയിട്ട് അതുപയോഗിച്ചാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടിൽ കുറേ മുമ്പ് ഉണ്ടായിരുന്നു അത്രേ. ചാണക വരളിന്നോ അങ്ങനെ എന്തോ ആണ് പറയാറുള്ളത്. ഇതാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ഞാൻ അങ്ങനെ തുടങ്ങുന്നത്, ഇത് ചാണകമാണ്, ഉത്തരേന്ത്യക്കാരുടെ വിറകാണ്, കഥ പറയാം. ഞാനിതിന് സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ കഥ പറയാം എന്ന ആ വാക്ക് സ്വാഭാവികമായും വന്നു പോയതാണ്. പക്ഷേ ആദ്യത്തെ വീഡിയോ തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു റീച്ചിലേക്ക് എത്തി. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പുതിയ തലമുറയ്ക്ക് ഇതൊരു പുതിയ കാഴ്ചയാണ്, കൗതുകമാണ്. പക്ഷേ കുറച്ച് പ്രായമായ ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ മുമ്പ് കഴിഞ്ഞു പോയ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 കാരണങ്ങൾ കൊണ്ട് ഈ വീഡിയോ നല്ല റീച്ച് ലഭിച്ചു. അങ്ങനെയാണ് അതിൽ കുറേ കമൻറ്റുകൾ വന്നു, കഥ പറയാം നല്ലൊരു ശൈലിയാണ്, എങ്കിൽ പിന്നെ അത് തുടർത്തി കളയാം. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കഥ പറയാം എന്ന വാക്ക് എന്നിൽ നിന്നും സ്വാഭാവികമായി വന്നുപോയത് പിന്നീട് അത് സ്വീകരിക്കപ്പെട്ടു എന്നതാണ്. ഈ യാത്രയുടെ ഭാഗമായി ഉത്തരേന്ത്യ ഗ്രാമങ്ങളിൽ പോകുന്നു, അവിടുത്തെ കാഴ്ചകൾ പങ്കുവെക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടെത്തൽ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കൗതുകം വേണം, ആളുകൾക്ക് അധികം പരിചയമില്ലാത്ത കാര്യങ്ങൾ വേണം, ഒപ്പം ഇതിൻ്റെ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യണം, കൃത്യമായി വിഷ്വൽ സഹിതം കണ്ടെത്തണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരുക്കങ്ങൾ, ഇത് കണ്ടെത്തുന്ന വഴി, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒന്ന്, ഞാൻ ഫുഡ് ഓൺ വീൽസിൻ്റെ CEO ആണെന്ന് പറഞ്ഞു. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഗ്രാമീണരായ ആ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിലേക്കും അവരുടെ ഗ്രാമത്തിലേക്കും അവരുടെ നാട്ടിലേക്കുമാണ് ഞാൻ പൊതുവേ യാത്ര ചെയ്യാറുള്ളത്. അവിടെ പോയാൽ തന്നെ കണ്ടന്റ് കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന കാഴ്ചകളെല്ലാം കണ്ടൻറ്റാണ്, സ്റ്റോറിയാണ്. ഞങ്ങൾ വാഹനത്തിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പറയാറുണ്ട്, അല്ല ഒരു കഥയല്ലേ കിടക്കുന്നത് എന്ന് ഇങ്ങനെ രസകരമായി പറയാറുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ നമ്മുടെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു കഥയുണ്ട്. അപ്പോൾ അവരവിടുത്തെ കാഴ്ചകളൊക്കെ എനിക്ക് അയച്ചു തരും. ഞാൻ അങ്ങോട്ട് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഇതുകൂടി മുന്നിൽ കണ്ട് പ്ലാൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ പ്രേക്ഷകർക്ക് എന്ത് തരം കാഴ്ചകളാണ് വേണ്ടത്. കാരണം നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവിതം, പച്ചയായ ജീവിതം, കൃഷി, അത്തരം കാഴ്ചകളൊക്കെ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ട ഇത്തരം കാഴ്ചകൾ മറ്റെവിടെയോ നിന്ന് കാണുന്ന സമയത്ത് അത് ആളുകൾക്ക് വലിയ സന്തോഷം. എന്നോട് പ്രവാസികളൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷം വരാറുണ്ട്. അപ്പോൾ ഞാൻ അതിൽ വല്ലാതെ സന്തോഷിക്കുന്ന ആളാണ്. പിന്നെ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്നുള്ള കുറേ കാഴ്ചകൾ, ഒരു പച്ചയായ മനുഷ്യരുടെ കഥകൾ,
കൃഷിയൊക്കെ കാണുമ്പോൾ ഉള്ള സ്വാഭാവികമായ സന്തോഷം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏത് തരം കണ്ടൻറ്റാണ് എടുക്കേണ്ടത് എന്നത്. അവരുടെ ഒരു പൊതുവായ ജീവിതത്തിനൊപ്പമാണ് വീട്ടിൽ പങ്കെടുക്കുന്നതും അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നതും വീഡിയോ പകർത്തുന്നതൊക്കെ. അപ്പോൾ അവരുടെ ഒരു സമീപനം പ്രതികരണമൊക്കെ സാധാരണ എങ്ങനെയായിരിക്കും? നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന സമീപനമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആളുകൾക്ക് വലിയ സന്തോഷമാണ് നമ്മൾ അവരുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കുക എന്നുള്ളതും നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും ആളുകൾക്ക് വലിയ സന്തോഷമാണ്. ഈ ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം അവർ പുറം ലോകമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. അപ്പോഴാണ് കേരളത്തിൽ നിന്ന് ഒരു കൗതുകകരമായ വേഷമൊക്കെ ധരിച്ചിട്ട് ഒരാളിങ്ങനെ വന്ന് അവരുടെ വീട്ടിലെ ഫംഗ്ഷന് കൂടുന്നു, അവരുടെ കല്യാണത്തിന് കൂടുന്നു, അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അവർക്ക് വലിയ സന്തോഷമാണ്. അത് ജാതി മത ഭേദമന്യേ എല്ലാവരും താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് കൂടിയ ഒരു സംഗതിയാണ്. മറ്റൊന്ന്, കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഈ അടുത്താണല്ലോ പിന്നെ 100% ലിറ്ററസി സാർ എന്ന് പറയേണ്ട ഒരു വിഷയം വന്നത്. പക്ഷേ അതാണ് വസ്തുത. ആളുകൾക്കറിയാം നമ്മൾ കേരളത്തിലുള്ളവർ സാക്ഷരതയിൽ മുന്നിലുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. അതിനുള്ള അങ്ങനെ ഒരു ബഹുമാനം കൂടി പലയിടത്തും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഗ്രാമങ്ങളിലെ മനുഷ്യർ നിഷ്കളങ്കരാണ്. അവർക്ക് മറ്റൊന്നും ബാധിക്കാത്ത, പുറം ലോകമായിട്ട് വലിയ ബന്ധങ്ങളില്ല, അവരുടെ ജീവിതം മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന മനുഷ്യരാണ്. അവർ നമ്മളെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതാണ് സത്യം. ഇതൊരു കൗതുക കാഴ്ചകൾ കൂടിയാണല്ലോ ആളുകൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്ഥലം തേടി പോകുന്നതിന് ശേഷം അടുത്തൊരു സ്ഥലം തേടി പോകുന്നു. അപ്പോൾ ഒരു പുതുമ കണ്ടെത്തുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏത് തരം ക്രൈറ്റീരിയ ആണ് ഇതിനെ നോക്കാറുള്ളത്? നമുക്ക് ഇന്ന കാര്യങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കണ്ടെത്താം എന്നുള്ളതിൽ നമ്മൾ ഉത്തരേന്ത്യ എന്ന് പറയുന്നത്, എനിക്ക് ഗ്രാമങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ കൂടെ കുറച്ച് പ്രായ ആളുകളൊക്കെ വന്ന സമയത്ത് അവരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ പൊതുവെ നമ്മുടെ കേരളത്തിൽ നിന്നൊരു 50 വർഷം പിന്നിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു 50 വർഷം പിറകോട്ട് സഞ്ചരിച്ചാൽ എന്തുതരം കാഴ്ചകളായിരിക്കും ഉണ്ടാവുക? അത്തരം കുറേ ഗ്രാമീണ കാഴ്ചകൾ പലപ്പോഴും ഇത്തരം ഗ്രാമങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാഴ്ചകളാണ് നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന കാഴ്ചകളെല്ലാം എന്താണ്, കണ്ടൻ്റാണ്, കഥകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ പകർത്തി കൊണ്ടുവരാൻ, അല്ലാതെ പ്രത്യേകിച്ചൊരു ക്രൈറ്റീരിയ അങ്ങനെയൊന്നും വെച്ച് സഞ്ചരിക്കാറില്ല. ഈ ഗ്രാമങ്ങളിലെ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ മൊബൈലിൽ പോയി അതിൽ ക്യാമറയിൽ പോയി ഈ ദൃശ്യങ്ങൾ പകർത്തുന്നു, അതിൻ്റെ കാര്യങ്ങൾ അവർ പങ്കുവെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ മനുഷ്യരെ സംബന്ധിച്ച് ഇത്ര അപ്ഡേറ്റഡ് ആവാത്ത ഒരാളുകളായിരിക്കും ചിലപ്പോൾ. അവർ ഇതിനോടുള്ളൊരു സമീപനം എങ്ങനെയാണ്? ഇപ്പോൾ ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അതൃപ്തി പ്രകടിപ്പിക്കാറുണ്ടോ എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ ഒരു അതൃപ്തി ഞാൻ ആരുടെടുത്തൊന്നും കണ്ടിട്ടില്ല. പലപ്പോഴും ചോദിക്കും നിങ്ങളുടെ ഇൻസ്റ്റാ പേജിൻ്റെ പേരെന്തൊക്കെയാണ് ചോദിച്ചിട്ട് അതിൽ അവർ കാണുമ്പോൾ പിന്നീട് എന്നെ വിളിച്ചറിയിക്കും നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ എപ്പോഴും എനിക്ക് അത്തരം ഫീഡ്ബാക്കുകളെ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ എന്നോട് വീഡിയോ എടുക്കരുതെന്നോ ചെയ്യരുതെന്നോ അങ്ങനെ നിരുത്സാഹപ്പെടുത്തി ആരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പല വിഷയത്തിലും കാണാം അവരെ തന്നെ കൂടെ വന്നിട്ട് കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത്, കൃഷിത്തോട്ടാണെങ്കിലും അല്ലെങ്കിൽ പഴങ്ങളാണെങ്കിലും ഒക്കെ. അപ്പോൾ ശരിക്കും അവരിതിൻ്റെ ഒരു പ്രോത്സാഹനം നൽകുന്ന രീതി എത്രത്തോളാണ്? അവർക്ക് വലിയ സന്തോഷമാണ്. അവരെ മൊബൈലിൽ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് കാണുക എന്നുള്ളതും അവർ പുറം ലോകം അറിയുന്നു എന്നുള്ളതും ഒക്കെ അവർക്ക് വലിയ സന്തോഷമാണ്. ആ ഒരു സമീപനം എന്നോട് എപ്പോഴും ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളൂ. പലപ്പോഴും പല ആളുകളും ഞാൻ എൻ്റെ വീഡിയോ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഉഷാറായിട്ടുണ്ട് എന്നൊക്കെ പറയും. ഭാഷ അറിയില്ല എന്നാൽ പോലും ഇതൊക്കെ വിളിച്ചറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദൃശ്യം അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഈ യാത്രകൾക്കിടയിൽ ഒത്തിരി മനുഷ്യരെ കാണുന്നു, അവരുടെ അനുഭവങ്ങൾ കേൾക്കുന്നു, അത് മലയാളികൾക്കിടയിലേക്ക് പങ്കുവെക്കുന്നു. ഒരു രസകരമായ അനുഭവം ചോദിച്ചാൽ എന്തായിരിക്കും? രസകരമായൊരു അനുഭവം ഈ അടുത്തുണ്ടായി. ഞാൻ ഹരിയാനയിൽ നിന്നൊരു മദൻലാൽ എന്ന് പറഞ്ഞിട്ടൊരു കർഷകനെ പരിചയപ്പെട്ടു. ഒരു യുവാവാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു 10 ഏക്കർ ഭൂമിയുണ്ട്, 20ഓളം കൃഷികളുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് കൂടെ പോയി. ഗോതമ്പുണ്ട്, കടുകുണ്ട്, ബീൻസ് ഉണ്ട്, വിവിധതരം പയറുകളുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ കുറേ കൃഷികളുണ്ട്. എല്ലാം ഇങ്ങനെ വിശദമായി കാണിച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവസാനം, ഇനി ഞാൻ നിങ്ങൾ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു കൃഷി കാണിച്ചു തരാം. അപ്പോൾ എനിക്കും കൗതുകമായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അദ്ദേഹം വീണ്ടും അതിനെ വർണ്ണിച്ച് പറഞ്ഞു അതിൽ നിന്നാണ് സാബൂൻ ദാന ഉണ്ടാക്കുന്നത്. സാബൂൻ ദാന എന്ന് പറഞ്ഞാൽ നമ്മുടെ സാബൂനരി. അപ്പോൾ എനിക്ക് വീണ്ടും ക്യൂരിയോസിറ്റി ആയി. കാരണം എന്തായിരിക്കും അത്?
അങ്ങനെ നടന്ന് അവസാനം ചെന്നെത്തിയത് നമ്മുടെ മരച്ചീനിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂള എന്ന് പറയും. എൻ്റെ തറവാട് വീടിൻ്റെ പേര് പൂള വളപ്പിൽ എന്നാണ്. എൻ്റെ വല്യപ്പയും വല്യമ്മയൊക്കെ ഉള്ള കാലത്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇറച്ചിയും പൂളയും ഉണ്ടാവും, കപ്പ ബിരിയാണി. എൻ്റെ പറമ്പ് നിറയെ പൂള കൃഷിയായിരുന്നു. അങ്ങനത്തെ എന്നോടാണ് ഈ പൂള നിങ്ങൾ ഇന്നുവരെ കാണാത്ത കൃഷിയാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുന്നത്. പക്ഷേ പുതിയൊരു അറിവാണ് എന്ത്, സാബൂനരി ഉണ്ടാക്കുന്നത് ഈ പൂളയിൽ നിന്നാണ് എന്ന് നിങ്ങൾക്കറിയായിരുന്നോ? എനിക്ക് ആദ്യത്തെ അറിവായിരുന്നു. ഞാനിത് പലരോടും പങ്കുവെച്ചു, അവർക്കൊന്നും അറിയില്ല. പക്ഷെ ഒരു രസകരമായൊരു അനുഭവം, പുതിയൊരു അറിവും കിട്ടി എന്നാണ്. ഇങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കാന്നുള്ളത്. അതെ അതെ, തീർച്ചയായിട്ടും. ഈ രസകരമായ കഥകൾ പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിൽ ഹൃദയം തൊടുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അത്തരത്തിൽ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ? ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം കശ്മീരിൽ നിന്നാണ്. കശ്മീരിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2 പേരുടെ വീട് കശ്മീരിലെ പൂഞ്ചിൽ സുരൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് മലയുടെ മുകളിലാണ്. ഇവരുടെ വീട്ടിലേക്ക് ഏകദേശം 2 മണിക്കൂർ നേരം കാൽനടയായി സഞ്ചരിച്ച് വേണം എത്തിച്ചേരാൻ. അപ്പം ഞാൻ ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് സഞ്ചരിച്ച് അന്ന് അവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ അവർ പറഞ്ഞു, ഒരു 5-6 മണിക്കൂർ കൂടി സഞ്ചരിച്ചാൽ ഈ മലയുടെ ഏറ്റവും ഉയരത്തിലെത്താം, നമുക്ക് പോയി നോക്കിയാലോ, ഭക്ഷണമൊക്കെ ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നാ പോകാം എന്ന് പറഞ്ഞു പോയി. ഒരു 3-4 മണിക്കൂർ സഞ്ചരിച്ചപ്പോഴേക്കും കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു. കുത്തനെയുള്ള കയറ്റാണ്, ആകെ ക്ഷീണിച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, വെള്ളം കയ്യിലില്ല, കുറച്ച് വെള്ളം കുടിക്കണം, ദാഹിക്കുന്നുണ്ട്, വല്ലാത്ത ദാഹം. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, ഒരു 1/2 മണിക്കൂർ കൂടി സഞ്ചരിച്ചാൽ നമ്മൾ അരുവിയിൽ എത്തിച്ചേരും. പക്ഷേ അങ്ങനെ എത്തിച്ചേരാവുന്നൊരു അവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ തൊട്ടടുത്തൊരു വീട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആ വീട്ടിലൊന്ന് പോയി ചോദിച്ചു നോക്ക്. അപ്പോൾ അവർ പോയിട്ട് പറഞ്ഞു, പിന്നെ ആ വീട് ആളില്ല. ഞാൻ പറഞ്ഞു, എന്തു ചെയ്താലും വേണ്ടില്ല, നമുക്ക് തിരികെ വന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, എന്നാലും വേണ്ടില്ല, ഇപ്പോൾ വെള്ളം കിട്ടണം. അപ്പോൾ അവർ ആ വീട്ടിൽ പോയി ചാരി വെച്ച ഡോറ് തുറന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഞങ്ങളെല്ലാവരും വേണ്ടോളം കുടിച്ച് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീട്ടുകാരിങ്ങനെ കയറി വരുന്നത്. നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ ഞങ്ങൾ ആ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങളുടെ വീടല്ലേ, എന്തിനാണ് ഇങ്ങനെ അനുവാദമൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കുടിച്ചോളൂ. അത് കഴിഞ്ഞ് പിന്നീട് അവർ ചായ തന്നു, റൊട്ടിയും കറിയും തന്നു, അവരുടെ എരുമയിൽ നിന്നുണ്ടാക്കുന്ന ലസ്സി തന്നു. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് 2-3 കുപ്പികളിൽ വെള്ളവും തന്നിട്ടാണ് ഞങ്ങളെ യാത്രയാക്കുന്നത്. എനിക്ക് തോന്നുന്നത്, ഞാൻ ഇന്ത്യയിൽ ഇങ്ങനെ സഞ്ചരിച്ചതിന് ശേഷം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്ര നിഷ്കളങ്കരായ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യരെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്ര ഹൃദയം തൊടുന്ന അനുഭവങ്ങളെ, കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവസാനം വന്ന എപ്പിസോഡ് കശ്മീരിനെ കുറിച്ചായിരുന്നു. അതുതന്നെ ഇപ്പോൾ ഒരു കശ്മീരിലെ സീസൺ സമയമാണെങ്കിൽ കൂടെ ഈ ഐസ് മലകളുമായി ബന്ധപ്പെട്ട ഒരു കൗതുക കാഴ്ചയാണ് അവിടെ പങ്കുവെക്കുന്നത്. അപ്പോൾ ഏതൊരു വിഷയം സമീപിക്കുമ്പോഴും അതിലൊരു പുതുമ PT സ്വീകരിക്കാറുണ്ടല്ലോ. ഇത്തരത്തിലൊരു കശ്മീരിൽ പോയ സമയത്ത് അവിടുത്തെ മനുഷ്യരിൽ നിന്ന്, അവിടുത്തെ കാഴ്ചകളിൽ നിന്ന് കിട്ടിയ ഒരു പുതുമകൾ എന്താണ്? അങ്ങനെ ഒരു പുതുമ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാനുള്ളൊരു അനുഭവം കൂടി പറയാം. ആദ്യം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കശ്മീരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കശ്മീരിലെ ഒരു ഗ്രാമീണ വഴിയിലൂടെ ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. 2 ഭാഗവും പൂർണ്ണമായും ഐസാണ്. ഒരു വാഹനത്തിന് മാത്രമേ സഞ്ചരിക്കാനുള്ള വഴിയുള്ളൂ. ഞങ്ങളിങ്ങനെ പോകുന്ന നേരം നല്ലൊരു സീനറി കണ്ട് അവിടെ നിന്ന് നിർത്തിയിട്ട് കുറച്ച് വീഡിയോകളൊക്കെ എടുക്കാം എന്നിങ്ങനെ കരുതിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വാഹനം എന്ത് ചെയ്യും, വാഹനം നടു റോട്ടിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് കൂടുതൽ വാഹനങ്ങളൊന്നും വരുന്നില്ല. ഞങ്ങൾ കുറച്ച് വീഡിയോകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കെ ഒരു കശ്മീരി വാഹനം ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ചു, ഇവിടെ വാഹനം ഒതുക്കിയിടാനൊന്നും വഴിയില്ല, എന്ത് ചെയ്യും? അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, നിങ്ങൾ ഒരു 1/2-3 മണിക്കൂറൊക്കെ ആണെങ്കിലും ഞങ്ങൾ കാത്തിരിക്കാമെന്നാണ്. നമ്മളെ നാട്ടിൽ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ പറ്റില്ല. പക്ഷേ ഒരു 1/2-3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര ദീർഘമായ സമയമാണ്. അതുവരെ ഞങ്ങൾ കാത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ വിശാലത എത്രത്തോളമാണ്, അത് നമ്മൾ കാണേണ്ടതല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്ര നിഷ്കളങ്കരായ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യരെ, ഇത്ര നിഷ്കളങ്കരായ മനുഷ്യരെയൊക്കെ ഞാൻ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഞാൻ കണ്ടിട്ടില്ല. ഈ കശ്മീർ പോലെ എടുത്ത് പറയാവുന്ന, അതല്ലെങ്കിൽ ഒരു അത്ര അറ്റാച്ച്മെൻറ്റ് തോന്നിയ മറ്റേതൊരു സ്ഥലങ്ങളോ ഗ്രാമങ്ങളോ ഒക്കെ അങ്ങനെ മെൻഷൻ ചെയ്യാറുണ്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഒരു ഗ്രാമം, എനിക്ക് മാത്രമല്ല എൻ്റെ പ്രേക്ഷകരോട് ചോദിച്ചാലും ഒരു പക്ഷേ പറയുക ഉത്തരാഖണ്ഡിലെ ബഗ്ഗ ഗ്രാമമായിരിക്കും. അത് കണ്ടവർക്ക് മനസ്സിലാവും. ബഗ്ഗ ഗ്രാമം എന്ന് പറഞ്ഞാൽ കാടിനുള്ളിലൂടെ ഏകദേശം 20 കിലോമീറ്റർ 30 കിലോമീറ്റർ സഞ്ചരിച്ച് എത്തിച്ചേരാവുന്ന ഒരു ഇടമാണ്.
കൊടും കാടിനുള്ളിലാണ് ഈ ഗ്രാമം. വളരെ ചെറിയൊരു ഗ്രാമമാണ്. കുറേ നല്ല മനുഷ്യർ ജീവിക്കുന്നു. അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. പേരിന് പോലും നെറ്റ്വർക്ക് ഇല്ല ആ ഗ്രാമത്തിൽ. അപ്പോൾ നമുക്ക് ഒന്ന് റിലാക്സ് ആവാനും മറ്റു എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ഗ്രാമത്തിലെ എല്ലാ വീടുകളും മൺവീടുകളാണ്. മണ്ണ് തേച്ചെടുത്തതാണ്. മേലെയൊക്കെ പുൽക്കൂരകളാണ്. അങ്ങനെയുള്ള ഗ്രാമമാണ്. ഞാൻ പലപ്പോഴും അങ്ങോട്ട് യാത്ര ചെയ്യാറുണ്ട്. ആ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി, അവിടുത്തെ മനുഷ്യരുടെ ഒരു സൗന്ദര്യം, അവരുടെ വിശുദ്ധി, അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി, ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനെന്നല്ല, എൻ്റെ വീഡിയോകൾ കണ്ട പലരും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അവിടേക്കൊന്ന് പോകാൻ എന്തെങ്കിലും അവസരം തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അതൊരു കാടിനുള്ളിലുള്ള പ്രദേശമായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് കുറച്ച് പ്രയാസമാണ്. ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ പരിചയം കൊണ്ട് അങ്ങനെ പോകുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗ്രാമം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഈ ബഗ്ഗ ഗ്രാമത്തെയാണ് പറയുക. ഈ നമ്മുടെ മലയാളികളായ ആളുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ മണാലി അല്ലെങ്കിൽ കുളു അല്ലെങ്കിൽ കശ്മീർ, ലഡാക്ക്, ഇങ്ങനെ ഒരു സെറ്റർ പ്ലേസ് ഉണ്ടല്ലോ, അത് മാത്രമാണ് ചൂസ് ചെയ്യാറുള്ളത്. പക്ഷേ PT സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഈ ഗ്രാമങ്ങളൊക്കെ കാണണം എന്നൊക്കെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലാൻ പറയാൻ കഴിയും? ഞാൻ ഇതേക്കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മൾ മണാലി, ലഡാക്ക്, ഡൽഹി ഇവിടെയൊക്കെ സഞ്ചരിക്കുമ്പോഴും ഇവിടെയുള്ള സ്ഥലങ്ങളുടെ കഥ അറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണെങ്കിൽ ആ യാത്രകളൊക്കെ വാല്യൂ ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ താജ്മഹൽ പോകുന്നത്, താജ്മഹൽ ഷാജഹാൻ ഉണ്ടാക്കിയതാണ്, മുംതാസിൻ്റെ ഓർമ്മയിലാണ് എന്നത് മാത്രമേ നമുക്ക് ഒരു പക്ഷേ അറിയാവൂ. പക്ഷേ അതിൻ്റെ കഥകളും അതുണ്ടാക്കിയത് ആരാണെന്നും ഏത് കാലഘട്ടത്തിലാണെന്നും ആ കാലഘട്ടത്തിൽ എന്തെല്ലാം ആയിരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുക എന്നതും എന്തെല്ലാം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മണ്ണും അന്തരീക്ഷവുമാണിതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ യാത്രകളും വാല്യൂ ഉള്ളതായിരിക്കും എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, പലപ്പോഴും എൻ്റെ വീഡിയോകൾ കാണുന്ന ആളുകൾ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമോ എന്നതാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് സംസ്ഥാനത്താണെങ്കിലും അവിടെയുള്ള പച്ചയായ മനുഷ്യരെ ഒന്ന് പരിചയപ്പെടാൻ മാത്രം ശ്രമിക്കുക. തീർച്ചയായിട്ടും ആദ്യഘട്ടം അവർ തീർച്ചയായും അവർ നിങ്ങളെ അവരുടെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അത് ഞാൻ തരുന്ന എൻ്റെ ഇത്രയും കാലത്തെ യാത്രകൾക്കിടയിലെ അനുഭവമാണ്. കാരണം അവരോടൊന്ന് പരിചയപ്പെട്ടാൽ മാത്രം മതി, നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് വന്ന് ചായ കുടിച്ചു പോ എന്നായിരിക്കും അവർ പറയുക. അങ്ങനെയുള്ള മനുഷ്യരാണ് ഈ നിഷ്കളങ്കരായ ഗ്രാമീണരെ ആദ്യഘട്ടത്തിലൊന്ന് പരിചയപ്പെടാൻ മാത്രം ശ്രമിച്ചാൽ മതി. പിന്നെ ഈ ഗ്രാമങ്ങളിലേക്കാണ് പൊതുവെ ആളുകൾക്കൊക്കെ താല്പര്യം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്നു പോയ കുറേ കാഴ്ചകൾ കാണാനും കുറച്ചൊരു വർഷങ്ങൾ, ഒരു 50 വർഷം മുമ്പത്തേക്കൊക്കെ യാത്ര ചെയ്യാനൊക്കെ പറ്റുന്ന അങ്ങനെയുള്ള കാഴ്ചകളാണ് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതാണ് അതിന് വഴി. കശ്മീരിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ പരിചയപ്പെട്ടാൽ മാത്രം മതി. ഞാൻ അതിന് ഉറപ്പ് തരാൻ കാരണം ഞാൻ ഇത് അനുഭവിച്ചയാളാണ് എന്നതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമീണൻ വഴി ചോദിച്ച് 1/4 മണിക്കൂറൊക്കെ ഞാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞ ആൾ അവസാനം എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ചായ സൽക്കാരം നടത്തിയിട്ടാണ് പിന്നീട് എന്നെ പറഞ്ഞു വിട്ടത്. അതെ, അപ്പോൾ അതാണ് ഈ ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ നിഷ്കളങ്കത എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ മനുഷ്യരെ പരിചയപ്പെട്ട് അവരായിട്ട് ഇടപഴകണ സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് പകർത്തേണ്ടതായ എന്തെങ്കിലും ശീലങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? എനിക്ക് എൻ്റെ വീട്ടിലേക്കെങ്കിലും പകർത്തണം എന്ന് തോന്നിയത് കശ്മീരിലെ ആതിഥ്യ മര്യാദയാണ്. അത് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട് അതിന്. അവർ മജ്ലിസിലാണ് അവർ ഭക്ഷണം വിളമ്പുക. സാധാരണ നമ്മുടെ നാട്ടിലെ ടേബിൾ കസേര അങ്ങനെയുള്ള ശൈലിയില്ല. അവരുടെ കിച്ചണിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഒരു മജ്ലിസ് തയ്യാറാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതിന് ഈ ആതിഥ്യ മര്യാദയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യവും ഒഴുക്കുമുണ്ട്. കാരണം ഇവരാദ്യം നമ്മളെ ആ മജ്ലിസിൽ ഇരുത്തുകയാണ് ചെയ്യുക. പരവതാനി വിരിച്ച് സെറ്റപ്പ് ചെയ്യുന്നത്. അവിടെ ഞങ്ങളെ ഇരുത്തും, അതിഥികളെ ഇരുത്തും. അതിനുശേഷം സുപ്ര വിരിക്കും. സുപ്ര വിരിച്ചതിന് ശേഷം നമുക്ക് കൈ കഴുകാനുള്ള അവസരമാണ്. അപ്പോൾ അവിടെ വാഷ് ബേസിൻ ഉണ്ടാവില്ല. ഇവിടെ ഒരു പാത്രമാണ്, ഒരു പ്രത്യേക പാത്രമൊക്കെ കൊണ്ടുവന്ന്, താഷ്തിനാർ എന്നാണ് അതിന് പേര്. അതിൽ നമ്മളെ കൈ കഴിപ്പിക്കും. അത് കഴിഞ്ഞ് ഭക്ഷണം വിളമ്പും. ഭക്ഷണം വിളമ്പിയതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളൊരു ചെറിയ രീതിയിൽ പ്രാർത്ഥന നടത്തണം. അത് കഴിഞ്ഞ് നമ്മുടെ കൈ കഴുകിപ്പിച്ച് അത് കഴിഞ്ഞിട്ടാണ് സുപ്രയൊക്കെ കൊണ്ടുപോവുക. അങ്ങനെ ഇതൊരു രസകരമായൊരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി അനുസരിച്ച് ശേഷം കൈ കഴുകുന്നത് എത്രത്തോളം സാധ്യമാവും എന്നെനിക്കറിയില്ല. ഉത്തരേന്ത്യയിലെ പൊതുവെയുള്ള ഒരു രീതി, അവരുടെ കയ്യിലൊന്നും
കറിയൊന്നും ആവില്ല. അവരാ റൊട്ടിയെടുത്ത് ചെറുതായിട്ടൊന്ന് മുക്കി അതിങ്ങനെ വായിലേക്ക് വെക്കുന്നു. കൈ അത്ര കഴുകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ കൈ മുഴുവൻ നെയ്യായിരിക്കും, കറിയായിരിക്കും. അപ്പോൾ ഈ ഒരു രീതി നമുക്കൊന്ന് കൊപ്പിളിച്ച് ഒക്കെ ചെയ്താലേ നമുക്കതൊരു സന്തോഷമാവുകയുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ രീതി എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ വീട്ടിലേക്കെങ്കിലും പകർത്തണം എന്നെനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്. ഈ യാത്രയുടെ ഭാഗമായി മനുഷ്യർ പരിചയപ്പെടുന്നു, അവരുടെ കഥകൾ കേൾക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർ തന്നെ പലപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട്, ഇന്ന കാര്യത്തെക്കുറിച്ച് പറയുമോ അതല്ലെങ്കിൽ ഇന്ന പഴത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം സ്വീകരിച്ച കണ്ടന്റുകൾ ഏതെങ്കിലും ഉണ്ടോ? പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം പലപ്പോഴും കൃഷിയിടങ്ങൾ കൂടുതലായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് വരുന്ന ഒരു അഭിപ്രായം ഇതിൻ്റെ സമയദൈർഘ്യം ഒന്ന് കൂട്ടുമോ എന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ, ഒരാൾ കാറ് നിർത്തി അവിടുന്ന് വീട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു സമയം കൊണ്ട് ഈ വീഡിയോ അവസാനിക്കണം. ഒരാൾ കോണി കയറിയിട്ട് മുകളിലെത്തുന്നത് വരെ ആ ഒരു സമയം കൊണ്ട് ഇത് അവസാനിക്കണം. അങ്ങനെ വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന കണ്ടൻറ്റുകൾ എന്നതാണ് എൻ്റെ ഒരു ശൈലി. അതുകൊണ്ടാണ് ഞാൻ അതിൽ കൂടുതൽ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാത്തത്. കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിൽ പറയാറുള്ളൂ. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായത് കുറച്ചുകൂടി കണ്ടൻറ്റ്ഫുൾ ആയിട്ടുള്ള ദൈർഘ്യമുള്ള വീഡിയോകളൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്, അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന അനേകം പേരുണ്ട് എന്ന്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഇൻഷാ അല്ലാഹ് ഒരു 5 മുതൽ 10 മിനിറ്റൊക്കെ വരെയുള്ള വീഡിയോകൾ കുറച്ചുകൂടി കേൾക്കാം ഇൻഷാ അല്ലാഹ്, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഉള്ള ഈ സംസ്ഥാനങ്ങളിൽ ഇനി ഒരു എക്സ്പ്ലോർ ചെയ്യാൻ കടക്കുന്ന ഒരു സംസ്ഥാനങ്ങളോ പ്രത്യേക ഏരിയകളൊക്കെ അങ്ങനെ മനസ്സിലുണ്ടോ? മേഘാലയ, അസം, അങ്ങനെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ അവിടുത്തെ കഥകൾ ഇങ്ങനെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അവിടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അങ്ങോട്ട്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ ഞാൻ ജയ്സൽമീർ, ജയ്പൂരൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഗ്രാമങ്ങൾ പലപ്പോഴും എൻ്റെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം രാജസ്ഥാൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഒരു പ്രത്യേക തലപ്പാവ്, അവരുടെ ഒരു പ്രത്യേക വസ്ത്രധാരണം, അതൊക്കെ ഒരു കൗതുകമുള്ളതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ഗ്രാമങ്ങൾ എന്നെനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആളുകൾക്കത് അറിയാൻ കൗതുകമുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2 പേര് രാജസ്ഥാനുകാരുണ്ട്. അവരുടെ ഗ്രാമത്തിലേക്കൊരു യാത്ര ഞാൻ അടുത്തിടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ മേഘാലയ രാജസ്ഥാൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ മറ്റൊരു സൈഡിൽ ഇവിടെ ഫുഡ് ഓൺ വീൽസ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ ഈ തൊഴിൽ, ഒരു വ്ളോഗിങ് രണ്ടും ഒപ്പം കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇനിയുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? എൻ്റെ സേവന മേഖല ഒന്നുകൂടി വിപുലപ്പെടുത്തേണ്ട ഒരു അനിവാര്യ ഘട്ടം വന്നിരിക്കുന്നു. ഞാൻ ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഹരിയാനയിലെ ഒരു ഉൾഗ്രാമത്തിൽ അവിടുത്തെ ഒരു സർക്കാർ സ്കൂൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-12 അധ്യാപകരുമുണ്ട്, 10-50 കുട്ടികളുണ്ട്. അപ്പോൾ ഒരു കണക്ക് ശരിയല്ലല്ലോ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഇത്ര കുട്ടികളും ഇത്രയധികം അധ്യാപകരും ഒക്കെ? അപ്പോൾ അവർ പറഞ്ഞു, ഏകദേശം 500-ലേറെ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് സ്കൂളിൽ. പക്ഷേ ദിനേന എത്തുന്നത് 50-ൽ താഴെ മാത്രം കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഈ അധ്യാപകരുടെ ഒരു ദയനീയമായ ചോദ്യം, ഈ കുട്ടികളെ തിരികെ എത്തിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ കഴിയുമോ എന്നായിരുന്നു. അപ്പോൾ അധ്യാപകരുടെ അടുത്തുനിന്ന് അപരിചിതരായ ഞങ്ങളോട് ഇങ്ങനെ ഒരു ദയനീയമായ ചോദ്യം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. എന്നാൽ ഹരിയാനയിൽ നിന്നുള്ളൊരു കണക്ക് ഞാൻ വായിക്കാം. ഇസാൽ ഹരിയാന മേ 31,068 വിദ്യാർത്ഥിയോനെ ബീച്ച് മേ ചോടി പടായി എന്നാണ്. അതായത് ഹരിയാനയിൽ മാത്രം ഈ വർഷം 31,068 കുട്ടികൾ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചു എന്നാണ്. ഒരു വർഷം പരീക്ഷ അറ്റൻഡ് ചെയ്ത് പരാജയപ്പെട്ടവരുടെ കണക്കല്ല, പകരം ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ച കുട്ടികൾ ഒരു വർഷത്തേത് മാത്രം 31,068 കുട്ടികളാണ്. അതൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കല്ലേ അത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ നാടിനെ ഒരിക്കലും ഉത്തരേന്ത്യയുമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനിത് നേരിട്ട് കണ്ടയാളാണ്. കുട്ടികൾ സ്കൂളിൽ പോയില്ല. ഞങ്ങളുടെ പല സ്കൂളുകളിലും കുട്ടികൾ ലീവാവുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അവർ തക്കാളി പറിക്കാൻ പോയി എന്നൊക്കെയാണ് പറയുക, അല്ലെങ്കിൽ അവരുടെ കൊയ്ത്താണെന്നാണ് പറയുക. അപ്പോൾ അവർക്ക് പ്രധാനം ഈ കൊയ്ത്തുകാലമാണ്. അവിടെ നിന്ന് കിട്ടുന്ന 10-50 രൂപയാണ്. കുട്ടികൾക്ക് പോലും രക്ഷിതാക്കൾ കരുതുന്നത് എന്താ, ഈ കുട്ടി ഉണ്ടെങ്കിൽ ഒരാളായി ഒരു ജോലിക്കാരനെ വെക്കണ്ട. പക്ഷേ കൊയ്ത്തുകാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രോസസ്സായിട്ട് ഓരോ സീസണാണ്. അപ്പോൾ എത്ര ദിവസം സ്കൂളിലുണ്ടാവും? അത് വളരെ കുറവാണ്. അപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്,
ഇത്തരം ഗ്രാമങ്ങളിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് തിരികെ എത്തിച്ചില്ലെങ്കിൽ അത് വളരെ പ്രയാസമായിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ലേണിംഗ് സെൻറ്ററുകൾ ആരംഭിക്കുന്നത്. വിവിധ ഗ്രാമങ്ങളിൽ ഏകദേശം 10-12 ലേണിംഗ് സെൻറ്ററുകൾ ആരംഭിച്ചു. ഈ ലേണിംഗ് സെൻറ്റർ വഴി കുട്ടികളെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ വിശ്വാസമാവില്ല. ഇപ്പോഴും ബെഞ്ച് ഡെസ്കുകളില്ലാത്ത സ്കൂളുകൾ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴുമുണ്ട് എന്നല്ല, ഒട്ടുമിക്ക ഗ്രാമങ്ങളിലെയും സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഈ കുട്ടികൾ ആ സ്കൂളുകളിൽ പോകാൻ തയ്യാറാകുന്നില്ല. പകരം അവർക്കൊരു റെസിഡൻഷ്യൽ സ്കൂൾ എന്നൊരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ സുക്കൂൻ എജു വില്ലേജ്, സുക്കൂൻ എന്ന പദത്തിനർത്ഥം ശാന്തം എന്നൊക്കെയാണ്. അപ്പോൾ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട വിദ്യാഭ്യാസം കൊണ്ട് ഒരാൾ നേടിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണെന്ത് സുക്കൂൻ എന്നത്. അപ്പോൾ അങ്ങനെ ഒരു പേരിൽ സുക്കൂൻ എജു വില്ലേജ് എന്ന പേരിൽ ഒരു സ്കൂൾ എന്നൊരു സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ്. അതിന് സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഹരിയാനയിൽ ആന്താക്ക എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ. അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് അതിലെ അധ്യയന വർഷം ആരംഭിക്കണം എന്നാണ് കരുതുന്നത്. ബിൽഡിങ്ങിൻ്റെ ഒക്കെ പണി ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതോടൊപ്പം ചേർത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം എന്നുള്ളത്, ഈ ഫുഡ് ഓൺ വീൽസ് പ്രോജക്റ്റ് ഒരു തെരുവിൽ കഴിയുന്ന അനേകം മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്ന ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ ഈ ഭക്ഷണം കിട്ടാത്ത അതല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യ മുഖങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു അനുഭവങ്ങൾ ശരിക്കും എങ്ങനെയായിരുന്നു? ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ 111 സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നും അങ്ങനെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഇന്ത്യയിലുണ്ടോ എന്നൊക്കെ. പക്ഷെ നല്ല ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന അനേകം പേര് നമ്മുടെ വിവിധ ചേരികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ. അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറഞ്ഞാൽ മറ്റെവിടെ നിന്നും വന്നവരൊന്നുമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് കുടിയേറിയ അങ്ങനെയുള്ള അഭയാർത്ഥികളൊക്കെ ജീവിക്കുന്ന. ഞാൻ വെസ്റ്റ് ബംഗാളിൽ പോയപ്പോൾ പാമ്പാട്ടികൾ മാത്രമുള്ള ഒരു ഗ്രാമമുണ്ട്, ഷാംസി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്, കണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാ വീട്ടിലും ഓരോ പാമ്പ് വീതമുണ്ട്. 2-3 പാമ്പുകളാണ് അവരുടെ ഉപജീവന മാർഗം. പിന്നീട് ആ ഉപജീവന മാർഗം സർക്കാർ നിരോധിച്ചു. കാരണം പാമ്പുകളെ വളർത്തുന്നതൊക്കെ ശിക്ഷാർഹമായി. പിന്നീട് അവർ മാജിക്കുകളിലേക്ക് കടന്നു. അപ്പോൾ അവർക്ക് മാജിക്ക് ഞങ്ങളൊക്കെ യൂട്യൂബിൽ കാണുന്ന ആളുകളാണ്, നിങ്ങളുടെ മാജിക്കിൻ്റെ ആവശ്യമില്ല, അങ്ങനെ അന്നം മുട്ടിയ ആളുകൾ. കാരണം അവരുടെ ഒരു ഉപജീവന മാർഗം മുട്ടിപ്പോവുകയാണല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അനേകമുണ്ട്. നമ്മുടെ നാട്ടിലും എനിക്ക് തോന്നുന്നത് ഉച്ചഭക്ഷണം എന്ന പദ്ധതി കുട്ടികളെ ആകർഷിക്കാനായിരിക്കണം സ്കൂളുകളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവുക. അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇത്തരം കുട്ടികൾക്ക് നല്ല ബിരിയാണി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ, നല്ല ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സെൻറ്ററുകളിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നുണ്ട്. ഞങ്ങൾ നിലവിൽ 1000-ലേറെ കുട്ടികൾക്ക് ദിനേന ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് ഈ കുട്ടികൾ ഈ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചേരാനുള്ളൊരു മാർഗമായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അവരെ അതുവഴി സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്ന ഒരു പദ്ധതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കേരളത്തിലെ ഗ്രാമങ്ങളുമായി അതുപോലെ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളുമായി ഒന്ന് കമ്പയർ ചെയ്യാം. അവിടുത്തെ ഒരു സൗകര്യങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലുള്ള എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നത്. ഞാൻ അതിനു മുമ്പൊരു ഒരു അനുഭവം പറയാം. വെസ്റ്റ് ബംഗാളിൽ ഞാൻ ഒരിക്കൽ പോയപ്പോൾ അവിടെ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ പൂർണ്ണമായും ഓടിട്ട വീടുകളാണ്. ചിലതൊക്കെ മണ്ണ് തേച്ച വീടുകളുണ്ട്, പുൽ മേഞ്ഞ വീടുകളുണ്ട്. പക്ഷെ അതിനിടയിൽ ഒരു കോൺക്രീറ്റ് വീട്, അതിൻ്റെ മുകൾ ഭാഗം ഓടാണ്, 2 നിലയുണ്ട്, ഒരു റൂമിൽ AC ഉണ്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്കൊരു കൗതുകമായി. കാരണം ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ കാണാൻ സാധ്യതയില്ലാത്തൊരു കാഴ്ചയാണല്ലോ. അപ്പോൾ ഞാൻ ഗ്രാമീണരോട് ചോദിച്ചത് ആരുടെ വീടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കേരളത്തിൽ ജോലി ചെയ്യുന്ന ആളുടെ വീടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു സന്തോഷം തോന്നി. മറ്റൊന്ന് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റും പ്രവാസത്തിൽ നിന്നും സ്വീകരിച്ച ഒരു ജീവിത രീതി ആണല്ലോ നമ്മൾ കേരളത്തിൽ നടപ്പാക്കിയത്. അത് നമ്മളെ കണ്ട് മറ്റുള്ളവരും പകർത്തുന്നു എന്നതിൽ വലിയ സന്തോഷം. നമ്മളുടെ കേരളത്തിൽ ഈ പ്രവാസം കൊണ്ടൊക്കെ സാധ്യമായത് നഗരം ഗ്രാമം എന്ന വ്യത്യാസമില്ലാതെ വികസനം സാധ്യമായി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിയില്ല, ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും പൂർണ്ണമായും ടോയ്ലറ്റുകളുള്ള ഗ്രാമങ്ങൾ വളരെ കുറവാണ്. ചില ഗ്രാമങ്ങളിൽ ഒരു വീട്ടിൽ പോലും ടോയ്ലറ്റ് ഇല്ല. ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ അനേകമുണ്ട്. നമുക്ക് ഇങ്ങനെ ടോയ്ലറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പരിഹാസമായിട്ട് തോന്നുമെങ്കിലും, പക്ഷെ ഇങ്ങനെ ഈ പ്രശ്നം നേരിടുന്ന
അനേകം ഗ്രാമങ്ങളുണ്ട്. പക്ഷേ ഇത്തരം ഗ്രാമങ്ങളിലൊന്നും ഇപ്പോഴും ടോയ്ലറ്റുകൾ എത്തിയിട്ടില്ല. ഇത് മറ്റൊരു കാര്യം. നമ്മൾ ഈ ഗ്രാമങ്ങളിലേക്കൊക്കെയുള്ള യാത്രയിൽ പലപ്പോഴും നേരിടുന്നൊരു പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. ഈ അടുത്ത് ഞങ്ങളുടെ ലേണിംഗ് സെൻറ്ററിൽ ഒരു യൂറോപ്യൻ ടോയ്ലറ്റൊക്കെയുള്ള ഒരു സംവിധാനം ചെയ്തപ്പോൾ ആ ഗ്രാമീണർക്ക് ഒരു കൗതുകം. 2-3 ദിവസം ഇത് കാണാനായിരുന്നു ആളുകൾ. ഒരു പക്ഷേ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഊഹിക്കാൻ പോലും കഴിയാത്ത ഈ കാഴ്ചകൾ ഇത്തരം ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു രീതിയല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തരേന്ത്യയിൽ അധ്യയന വർഷം ആരംഭിക്കുന്നത് ഏപ്രിലാണ്, ജൂണിൽ അവിടെ സമ്മർ വെക്കേഷനാണ്, ജനുവരിയിൽ അവിടെ വിൻ്റർ വെക്കേഷനാണ്. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ ഉണ്ട്. കശ്മീരിലേത് ഒരു പ്രത്യേകമായി പറയാനുണ്ടെന്ന് തോന്നുന്നു. സീസണൽ സ്കൂളുകളുള്ള പല ഗ്രാമങ്ങളുണ്ട്. ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ അവിടെ മഞ്ഞു വീഴ്ച ശക്തമാകുന്ന സമയത്ത് താഴേക്കിറങ്ങി വരും. അപ്പോൾ 6 മാസം താഴെയുള്ള സ്കൂളായിരിക്കും, 6 മാസം മുകളിൽ അവർക്ക് താൽക്കാലിക സംവിധാനമുള്ള സ്കൂളുകളായിരിക്കും. ഒരു പുല്ലിലിരുന്ന് അങ്ങനെ ഉള്ള സ്കൂളുകളുണ്ടാകും. സീസണൽ സ്കൂളുകൾ എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെയുള്ള ഞാൻ ഈ അടുത്ത് കശ്മീരിൽ പോയ സമയത്തും ഒരു സ്കൂൾ ഞാൻ കണ്ടു. ആകെ 2 മുറിയേ ഉള്ളൂ, 2 ക്ലാസ് റൂമും ഒരു ഓഫീസ് റൂമുമാണ് ഉള്ളത്. പൂർണ്ണമായും മഞ്ഞ് മൂടിയിരിക്കുന്നു. 2-3 ഫീറ്റ് മഞ്ഞ് മൂടി കിടക്കുന്നു. ഇതിൻ്റെ മുകളിലൊക്കെ ഐസ് കട്ട പിടിച്ച് കിടക്കുന്നു. ഞാനതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഗ്രാമങ്ങളും അനേകമുണ്ട്. സീസണൽ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേരളീയർക്കൊന്നും ഊഹിക്കാൻ പോലും സാധിക്കില്ല, എന്തിനാണ് അങ്ങനെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ തണുപ്പ് ശക്തമായ, മഞ്ഞ് വീഴ്ച ശക്തമായ ഇത്തരം ഗ്രാമങ്ങളിൽ അത് അനിവാര്യമാണ് എന്നതാണ്. എന്തായാലും ഒത്തിരി സന്തോഷം. പിറ്റിയുടെ യാത്രകളും സ്വപ്നങ്ങളൊക്കെ വളരെ വേഗത്തിൽ വിശാലമായി തന്നെ നടപ്പിലാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു.